നായകന് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രേതം. നല്ല ഫ്രഷ് ഐഡിയ. ശരിക്കൊരു ഫീൽ ഗുഡ് ബ്രാഹ്മണിസം. ഫീൽ ഗുഡ് ബ്രാഹ്മണിസോ? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആ പ്രേതത്തിന് പകരം ഒരു പെണ്ണായിരുന്നെങ്കിൽ അതൊരു ഫാമിലി മൂവിയാണ്. ശരിക്കും അതിലൊരു ലോജിക്കും ഇല്ല, ഒരു ഹൊററും ഇല്ല, ഒരു കോമഡിയും ഇല്ല. അത് ശരിക്കും ഒരു ട്രാജഡി പടമാണ്, ഓവർ റേറ്റഡ് പടം. നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ അത് എനിക്ക് വട്ടായതാണോ? എന്തേ? എവിടെ നോക്കിയാലും സർവമായ കണ്ട് കണ്ട് മടുത്തു. അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളത്? നല്ല ഫീൽ ഗുഡ് വൈബ് പടമല്ലേ? പഴയ നിവിമ്പോളിയും ഇഷ്ടം പോലെ കോമഡിയും. തീരല്ലേ തീരല്ലേ എന്ന് തോന്നിപ്പോ. ഓ, നല്ല അസല് ഒന്നാം തരം തട്ടിക്കൂട്ട് പടം. ഹൊറർ കോമഡി ആണെന്നൊക്കെ പറയുന്നത്. ഇതിലെവിടെ ഹൊറർന്ന് ഞാൻ നോക്കിയിട്ട് ഒരു ഹൊററും കണ്ടില്ല. നായകന് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രേതം. നല്ല ഫ്രഷ് ഐഡിയ. വേറെ എവിടെയും കണ്ടിട്ടില്ല. മലയാള സിനിമയിൽ ഒരു 100 പ്രേതങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ. എന്നിട്ട് അത് തന്നെ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് അടുത്ത സീൻ ഏതാണെന്ന് വരെ നമുക്ക് ഊഹിക്കാം. അതുപോലത്തെ ഒരു തട്ടിക്കൂട്ട് പടം. ശരിക്കും ഓവർ റേറ്റഡ് ആണത്. പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് പടമല്ലേ? പ്രായമായവർക്കോ പിള്ളേർക്കോ എന്തിനാ, യൂത്തിന് പോലും പോയിരുന്ന കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പടം. ശരിക്കും ഒരു സത്യനന്ദിക്കാട് പടം വൈബൊക്കെ കിട്ടുന്നില്ലേ? ഇനി ഇത് OTT-ലും അതൊക്കെ കൊണ്ടായിരിക്കും OTT-ലും തിയേറ്ററിലൊക്കെ ഇത് ഹിറ്റായി മാറിയത്. വൈബൊക്കെ ശരി തന്നെ, പക്ഷെ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. സിനിമയ്ക്ക് അർഹിക്കാത്തൊരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് സർവമായ. ആ ഒരൊറ്റ ഘടകം വെച്ച സിനിമയുടെ മറ്റു പോരായ്മകളൊക്കെ പൂരിപ്പിക്കാനാണ് അഖിൽ സത്യം നോക്കിയേക്കുന്നത്. എനിക്കാണ് തോന്നിയത്. പക്ഷെ ഹൈപ്പിനുള്ള പടം ഉണ്ടല്ലോ അത്. നിവിൻ പോളിയുടെ തിരിച്ചുവരെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? അല്ലെങ്കിൽ ഏത് സിനിമയാണ് അങ്ങനെ അല്ലാത്തത്? എല്ലാ സിനിമയിലും അഭിനേതാക്കളെ വെച്ചിട്ട് പോണ സിനിമകളല്ലേ ഉള്ളത്. പിന്നെ അജു വർഗീസ് നിവിൻ പോളി കോംബോ അതൊരു വലിയ ഘടകമാണ്. പഴയൊരു ഫീലൊക്കെ കിട്ടിയത് കാണുമ്പോൾ. പിന്നെ ഡെലുലു അടിപൊളിയല്ലേ? നമ്മൾ സാധാരണ കാണാത്ത, എന്താ, പൂജ ചെയ്താലോ കുരിശ് കാണിച്ചാലോ ഒന്നും ഒഴിഞ്ഞു പോവാത്ത ജീൻസും ടോപ്പും ഒക്കെ ഇട്ടൊരു പ്രേതം. അടിപൊളിയല്ലേ? നമ്മളിതുവരെ കാണാത്തൊരു സ്റ്റൈൽ പ്രേതം. ഓക്കെ, വെറൈറ്റി ആണെന്ന് പറയുക. അത് വിട്. വേറൊരു സീരിയസ് കാര്യം പറയാം. ബ്രാഹ്മണ ആചാരങ്ങളുടെ അതിപ്രസരമാണ് ഈ സിനിമയിൽ കംപ്ലീറ്റ്. അങ്ങനെ തോന്നിയില്ലേ? അതൊക്കെ എങ്ങനെ പറയാനാവും? ആ സിനിമയ്ക്ക് അത് അത്യാവശ്യമല്ലേ? ആ സിനിമയുടെ കഥ പോകുന്നത് അതിലല്ലേ? അല്ലാതെ നിവിൻ പോളിയെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ പോകുമ്പോഴല്ലേ പ്രേതം നിവിൻ പോളിയുടെ കൂടെ വരുന്നത്. അല്ലാതെ പോകുന്ന വഴിക്ക് ലിഫ്റ്റ് വെച്ച് കയറിയതൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സീനും അങ്ങനത്തെ ഒരു സാഹചര്യം അതിൽ അത്യാവശ്യമല്ലേ? പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ എന്താ സവർണ മേധാവിത്വം അങ്ങനത്തെ സാധനമൊന്നും അല്ലല്ലോ ഇതിൽ കാണിച്ചേക്കുന്നത്. നമ്മളുടെയൊക്കെ കുടുംബത്തിലെ പോലെ ഒരു സാധാരണ കുടുംബം. ശരിക്കൊരു ഫീൽ ഗുഡ് ബ്രാഹ്മണിസം. ഫീൽ ഗുഡ് ബ്രാഹ്മണിസം അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ബ്രാഹ്മണിസം മാത്രമേ ഉള്ളൂ. ശരിക്കും സർവമായ ഫോക്കസ് ചെയ്തു പോകുന്നതും ആ സിനിമ കംപ്ലീറ്റ് നിലനിൽക്കുന്നതും ബ്രാഹ്മണിസത്തിൽ തന്നെയാണ്. പണ്ടൊക്കെ നമ്മുടെ സിനിമകളെ ഇപ്പോഴൊക്കെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. സവർണ മേധാവിത്വത്തിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് പോന്നിരുന്നു. സത്യനന്ദിക്കാട് അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരുന്നു. അഖിൽ സത്യം വന്നപ്പോൾ അത് ഇത്തിരി കൂടെ മോഡേൺ ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഇതൊരു ഫീൽ ഗുഡ് പടമല്ലേ? ശരിക്കും മോഡേൺ ആയ ഒരു നല്ല പ്രേതം. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ടല്ലേ തോന്നി. എനിക്കതാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡെലൂലു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിലെന്താ ഒരു വ്യത്യസ്തതയുള്ളത്? നമ്മുടെ ഒരു പാട്രിയാർക്കൽ ചിന്താഗതിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡെലൂലു. അതായത് അച്ഛനെയും മകനെയും തമ്മിൽ ഒരുമിപ്പിക്കുന്ന, വിശ്വാസി അല്ലാതിരുന്ന ഒരാളെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പ്രേതം. ആ പ്രേതത്തിന് പകരം ഒരു പെണ്ണായിരുന്നെങ്കിൽ അതൊരു ഫാമിലി മൂവിയാണ്. പ്രേതമായതുകൊണ്ട് ഇതൊരു ഹൊറർ കോമഡി ആയിപ്പോയി. അതില് നിവിൻ പോളിയുടെ ഒരു ഡയലോഗ് വരെയുണ്ട് പ്രേതത്തിനോട്, ചുരിദാർ ഇട്ട് വരുമ്പോൾ എന്താ ഒരു ഐശ്വര്യം പോരെ. പിന്നെ ആ സിനിമയിൽ കുറെ ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കുറെ കോമഡികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സന്ദർഭങ്ങൾ. ഉദാഹരണത്തിന് അച്ഛനും മകനും തമ്മിൽ സംസാരിക്കില്ല, മുഖത്ത് പോലും നോക്കില്ല. പക്ഷെ ഗസ്റ്റുകൾ വരുമ്പോൾ പൈസ കടം ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതും 200 രൂപയൊക്കെ. എന്നിട്ട് അതിനെപ്പറ്റി കുറെ ചുറ്റിപ്പറ്റി കുറെ കോമഡികളൊക്കെ. അതൊക്കെ എന്ത് കോമഡിയാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നൂറുണ്ട വിജേഷിന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റിന്റെ ആ സീനിൽ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ കുറെ സീനുകളിൽ അവനെ നിറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു പാചകക്കാരൻ. ഇവരൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? പിന്നെ വിജേഷിന്റെ ക്യാരക്ടർ അത് ആക്സിഡന്റ് പറ്റുമ്പോൾ മാത്രം കാണിച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? അതിന് മുന്നത്തെ സീനുകൾ അവിടെ അനിവാര്യമാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ കാര്യം പറഞ്ഞാൽ വേണേൽ സമ്മതിക്കാം, അത് ആവശ്യമില്ലായിരുന്നു, ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ സർവ്വസാധാരണമായ കാര്യമല്ലേ, ചിലപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സീൻ ആഡ് ചെയ്തത്. ഓക്കെ, അതെല്ലാം പോട്ടെ. ഇനി വേറൊരു കോമഡി ഉണ്ട്. ഈ മെയിൻ ക്യാരക്ടർ, അതായത് ഡെലൂലുവിന്റെ കാര്യം പറയാം. അവർക്ക് തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആ തൊടാൻ കഴിയാത്തൊരവസ്ഥ മാറുമ്പോഴാണ് കഥ തന്നെ മാറിപ്പോകുന്നത്. പക്ഷെ അവർക്ക് ഫോണിൽ തോണ്ടാൻ പറ്റും, ഗിറ്റാർ വായിക്കാനും ആമസോണിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യാനൊക്കെ പറ്റും. ഇത് എന്ത് ലോജിക്കാ അതിനകത്തുള്ളത്? അങ്ങനെ എല്ലാ ലോജിക്കും പരിഹരിച്ചിട്ടൊന്നും ഒരു സിനിമ ഇറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പടം ഫീൽ ഗുഡാണ്, അതിലൊന്നും പറയാനില്ല. പിന്നെ OTT-ലും തിയേറ്ററിലും ഒക്കെ പടം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. 150 കോടി കഴിഞ്ഞല്ലോ. അത് ശരി, കളക്ഷൻ മാത്രം മതിയോ? അപ്പൊ ഇതിൽ ലോജിക്കൊന്നും വേണ്ട. അപ്പൊ സിനിമ കാണുന്ന സമയവും പൈസ മെനക്കെടുത്ത് സിനിമ കാണുന്ന നമ്മളൊക്കെ എന്താ മണ്ടന്മാരാ? ശരിക്കും അതിലൊരു ലോജിക്കും ഇല്ല, ഒരു ഹൊററും ഇല്ല, ഒരു കോമഡിയും ഇല്ല. അത് ശരിക്കും ഒരു ട്രാജഡി പടമാണ്, ഓവർ റേറ്റഡ് പടം.